നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവല്ല കാവ് ഭാഗത്തെ ഒരു 9ാം ക്ലാസ്സുകാരി പെൺകുട്ടി അവൾ പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ആ പെൺകുട്ടിയെ പിന്നീട് കാണാതായി. പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ സ്കൂളിൽ വന്നു. കുട്ടിയെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ട്യൂഷൻ സെൻറ്ററിലും അന്വേഷിച്ചു, അവിടെയും എത്തിയിട്ടില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തപ്പോഴാണ് പെൺകുട്ടിയെ കാണാതായ വിവരം കേരളം അറിയുന്നത്. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ബന്ധുവീടുകളിലൊക്കെ വിളിച്ചു. ഒരിടത്തും അവൾ എത്തിയിട്ടില്ല. ഇവിടെ എടുത്തു പറയേണ്ട ചില നല്ല കാര്യങ്ങളുണ്ട്. പോലീസ് ഉടനടി ഉണർന്ന് പ്രവർത്തിച്ചു. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പെൺകുട്ടി 2 ആൺകുട്ടികളുമായി സംസാരിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ. അവർ ആൺകുട്ടികൾ എന്ന് പറയുക വയ്യ, യുവാക്കളാണ്. വേഗതയോടെ പോലീസ് അന്വേഷണം നടത്തി. പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടു. പൊതുജനങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ സഹായമാണ് പോലീസ് ആദ്യം തേടിയത്. അതുതന്നെയായിരുന്നു ഏറ്റവും നല്ല വഴി. ഇതോടെ കേരളത്തിൻ്റെ പൊതുബോധം ഉണർന്നു. ഇതിനിടയിൽ ബസ്സിനുള്ളിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെയും യുവാക്കളുടെയും ഒക്കെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടവയിൽ ഉൾപ്പെട്ടു. ഈ യുവാക്കളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇതിടവരുത്തി. ഗത്യന്തരമില്ലാതെ ഒരു ദിവസത്തിന് ശേഷം കുട്ടിയെ പോലീസ് സ്റ്റേഷനിലാക്കി മുങ്ങാൻ ശ്രമിച്ച 2 യുവാക്കൾ, അവരെയും പോലീസ് പിടികൂടി. തൃശൂർ സ്വദേശികളായ അതുലും അജിലുമാണ് പോലീസിൻ്റെ പിടിയിലായത്. ഇതിൽ ഒരാളെ പോലീസ് പിന്തുടർന്ന് ബസ്സിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പുലർച്ചെ 4:30 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയെ ഇവർ എത്തിക്കുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകലായിരുന്നു യുവാക്കളുടെ ലക്ഷ്യം. എന്നാൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടലുകൾ ആ യുവാക്കളുടെ പദ്ധതി പൊളിച്ചു. CCTV ദൃശ്യങ്ങളിൽ വന്ന യുവാക്കളുടെ ഫോട്ടോകൾ ഇതിനിടയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോയടക്കം സമൂഹ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ ഒരു പെൺകുട്ടി, അതും 9ാം ക്ലാസ്സുകാരി. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആൺകുട്ടികളുമായി പെൺകുട്ടി ചങ്ങാത്തത്തിലായത്. കുറ്റുപുഴയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും 2 യുവാക്കൾ ബസ്സിൽ കയറുന്നതും പിന്നാലെ കാണാതായ പെൺകുട്ടി ബസ്സിലേക്ക് ചെന്ന് കയറുന്നതുമായ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് യുവാക്കളെ പിടികൂടുന്നതിന് ഏറ്റവുമധികം സഹായിച്ചത്. ഒരു കാരണവശാലും തങ്ങൾ രക്ഷപ്പെടില്ല, പോലീസിൻ്റെ പിടിയിലകപ്പെടും എന്ന് യുവാക്കൾ തിരിച്ചറിഞ്ഞു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആൺകുട്ടികളുമായി സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നു. ഇവരൊക്കെ എങ്ങോട്ടേക്കാണ് തങ്ങളുടെ ജീവിതം കൊണ്ടുചെന്ന് തുലയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതൊരു വാർത്തയും പോലെ ഈ വാർത്തയും അസ്തമിച്ചു പോകും. ഈ യുവാക്കൾ പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തങ്ങളുടെ പണി ഇനിയും തുടരും. പിഞ്ചുകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് സമാനമല്ല ഇത്തരം സംഭവങ്ങൾ. ഇവിടെ പെൺകുട്ടി പ്രായപൂർത്തിയായില്ല, 15 വയസ്സുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നതെങ്കിലും ഇവർക്ക് സമൂഹ മാധ്യമം വഴി മറ്റുള്ളവരുമായി ഇടപഴകാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് പലപ്പോഴും ഈ കുട്ടികൾ മനസ്സിലാക്കാറില്ല. എന്നാൽ ചതിക്കുഴികൾക്കപ്പുറത്ത് ഈ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ നേർവഴിക്ക് നടത്തേണ്ട അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ പെട്ടിരിക്കുന്ന അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളോട് കടുപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയുണ്ട്, അതല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ. അതൊക്കെ കേട്ട ഭയം തന്നെയാവും പലപ്പോഴും മാതാപിതാക്കൾക്ക്. ഇത്തരം ഒളിച്ചോട്ടങ്ങളൊക്കെ എല്ലാ കാലങ്ങളിലും എല്ലാ തലമുറകളിൽപ്പെട്ടവരിലും ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ കാലം മാറിയപ്പോൾ ഇന്ന് ഒട്ടേറെ ചതിക്കുഴികളാണ് വിദ്യാർത്ഥികൾക്ക് ചുറ്റും പതിയിരിക്കുന്നത്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് ഇവിടെ വില്ലനായി മാറുന്നത്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ചങ്ങാത്തങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ. മിക്കവാറും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ചാറ്റുകളിൽ തങ്ങൾ അറിയാത്തവരുമായി അവർ ചങ്ങാത്തത്തിലാകുന്നു. അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി പലപ്പോഴും ഇത്തരം യാത്രകൾക്ക് പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഇറങ്ങിത്തിരിക്കാറുമുണ്ട്. 9ാം ക്ലാസ്സുകാരിയായ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ 3 എണ്ണത്തെയും വെറുതെ വിടരുത്. എന്നാൽ അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടത്ര കൗൺസിലിംഗ് നൽകണം. ആ കുട്ടിയുടെ മാതാപിതാക്കളെ മാത്രമല്ല, ഇതുപോലെ ദുരന്തങ്ങളിൽപ്പെടാനിടയുള്ള മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ കൂടുതൽ കർശനമായി നിരീക്ഷിക്കുമായിരുന്നു.
സ്കൂളിന് ചുറ്റുമുള്ള സമൂഹം പോലും കുട്ടികളെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമായിരുന്നു. എന്നാൽ കാലം മാറി അധ്യാപകർക്ക് ഇടപെടാനൊക്കെ പരിമിതികളുണ്ട്. പണ്ടൊക്കെ ഒരു കുട്ടിയെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആൺകുട്ടികളുമായി ചങ്ങാത്തം കൂടുന്നത് കണ്ടാൽ അയൽവക്കത്തുള്ള ആളുകൾ മിക്കവാറും വീടുകളിൽ ചെന്ന് ഇത്തരം സംഭവങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മാതാപിതാക്കളോട് ഇത്തരം സംഭവങ്ങൾ പറയാൻ ചെന്നാൽ അവരെ ചീത്ത പറഞ്ഞ് ഓടിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മക്കൾ മാത്രമേ മിക്കവർക്കുമുള്ളൂ. അവരെ ഒരുപാട് ലാളിച്ചാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. അവരെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കഥ പറയുന്നത് അവർക്ക് സഹിക്കുക വയ്യ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അങ്ങ് കണ്ണടച്ച് കളയും. അധ്യാപകരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ വിളിച്ച് ഒന്ന് ഉപദേശിക്കാമെന്ന് കരുതിയാൽ അത് മറ്റു ചില കേസുകൾക്ക് വഴിവെക്കാനിടയുണ്ട്. അതുകൊണ്ട് അവരും ഭയപ്പാടിലാണ്. ഏതെങ്കിലും വിധത്തിൽ അധ്യാപകനോ അധ്യാപികയോ വിളിച്ച് ആ പെൺകുട്ടിയെ ഒന്ന് കുടയാം എന്ന് ശ്രമിച്ചാൽ പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരുമൊക്കെ സ്കൂളിലേക്ക് ഇരച്ചു വരും. പിന്നെ കുട്ടിയെ പീഡിപ്പിച്ചു, കുട്ടിയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പുലിവാലുകൾ. എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വിട്ട് കിട്ടുന്ന കാശും മേടിച്ച് വീട്ടിൽ പോയി സ്വസ്ഥമായി ഇരുന്നാൽ പോരെ എന്നതാണ് മിക്ക അധ്യാപകരുടെയും ഇപ്പോഴത്തെ ചിന്ത. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാക്കൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. എങ്കിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതല്ലേ? കുട്ടികൾക്ക് സ്കൂളിൽ നല്ല കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടികളെ കൂടുതൽ കർശനമായി സ്കൂൾ അധികൃതർ നിരീക്ഷിക്കണം. രാവിലെ സ്കൂളിലെത്തി പിന്നീട് ബസ് സ്റ്റാൻഡിൽ പോയി യൂണിഫോം മാറ്റിയാണ് ഈ പെൺകുട്ടി ഒളിച്ചോടാനുള്ള ശ്രമം നടത്തിയത്. അവരുടെ യാത്ര എങ്ങോട്ടേക്കാണ് എന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. പല സ്ഥലങ്ങളിലും ലോഡ്ജുകളിൽ മുറിയെടുക്കാൻ അവർ ചെന്നു. എന്നാൽ പെൺകുട്ടിയുടെ പ്രായക്കുറവ് തന്നെയാണ് അവർക്ക് മുറി തരപ്പെടുത്താൻ കഴിയാതെ പോയത്. ഒരു പ്രണയത്തിൻ്റെ പേരിലുള്ള ഒളിച്ചോട്ടമെന്ന് ഈ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കുക വയ്യ. 2-3 ആൺകുട്ടികളുമായി ഒരുമിച്ചൊരു പെൺകുട്ടി പുറപ്പെടാൻ ശ്രമിക്കുക, അതും അജ്ഞാതമായ ഏതോ വഴിക്ക്. എവിടേക്കായാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് ആ പെൺകുട്ടി ധരിച്ചു വച്ചിരിക്കുന്നത്. പാവം പെൺകുട്ടി എട്ടും പൊട്ടും തിരിയാത്തവൾ എന്നൊക്കെ ചിലർ വിശേഷിപ്പിച്ചേക്കാം. എങ്കിലും അതൊന്നും അത്ര വാസ്തവമല്ല. ഇത്തരം ഘട്ടങ്ങളിൽ പെൺകുട്ടികൾ തന്നെയാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. തിരുവല്ലക്കാരിയായി പെൺകുട്ടി ചങ്ങാത്തം കൂടിയത് തൃശ്ശൂർകാരുമായി. എന്തായാലും കേരളത്തിൽ സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങൾ മാതാപിതാക്കളുടെ കണ്ണു തുറപ്പിക്കണം. ഓരോ ദിവസവും ഇതുപോലെ എത്രയെത്ര വാർത്തകൾ. ആ പെൺകുട്ടിയെ നമുക്ക് പെട്ടെന്ന് അപകടം കൂടാതെ തിരിച്ചു കിട്ടി. എന്നാൽ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം ഇത്തരം ദുരന്തങ്ങളിൽ പൊലിഞ്ഞില്ലാതാവുന്നു. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.